നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന 5 തരത്തിലുള്ള ഇലകളുടെ ബെനിഫിറ്റ്സുകളാണ് പറയുന്നത്. ഇവ ഓരോന്നും നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, പ്രമേഹ രോഗത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, കൊളസ്ട്രോൾ ലെവൽ കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ കഫക്കെട്ട്, ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുന്നവർക്ക്, കൂടാതെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വേദനകൾ, നീർക്കെട്ട് ശരീരത്തിൽ ഉണ്ടാവുക, ഞരമ്പുകൾക്ക് ബലക്കുറവുണ്ടാവുക, കാൽസ്യം കുറവുണ്ടാവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഏജ് കുറഞ്ഞു കിട്ടാൻ വേണ്ടി, അതായത് ചെറുപ്പം നിലനിർത്താൻ സഹായകരമാകുന്ന ഇലകളും ഈ കൂട്ടത്തിലുണ്ട്. അതിനാൽ തന്നെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു അറിവുമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോന്നിന്റെ ബെനിഫിറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ 5ാം സ്ഥാനത്ത് വരുന്ന ഇല എന്ന് പറയുന്നത് വെറ്റിലയുടെ ഇലയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, അതുപോലെ നമ്മുടെ വായുടെ ഉള്ളിലെ മോണരോഗങ്ങൾ, ദന്തരോഗങ്ങൾക്ക് വേണ്ടിയിട്ടും വായുടെ ഉള്ളിലുള്ള ദുർഗന്ധം അകറ്റാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഇതിൽ ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായകരമാകുന്നതാണ്. ഇനി ദഹന സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വെറ്റില എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം. മീഡിയം സൈസ് ആയിട്ടുള്ള വെറ്റില എടുത്തതിന് ശേഷം നന്നായി കഴുകിയിട്ട് തുടച്ചതിന് ശേഷം ഇതിനകത്തേക്ക്, ഈ ഒരു വെറ്റിലയിനകത്തേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം ശർക്കരയും അതുപോലെ തന്നെ 1/2 സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകം, ചെറിയ സ്പൂണാണ്, 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇവ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാൻ സഹായകരമാകുന്നു. ദഹന സംബന്ധമായിട്ടുള്ള വയർവീർപ്പ്, അതുപോലെ വേദന ഉണ്ടാവുക, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇത് ഉച്ചയ്ക്ക് ഭക്ഷണശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇങ്ങനെ ആഴ്ചയിൽ 1-2 തവണയായിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. 4ാം സ്ഥാനത്ത് വരുന്നത് നാരകത്തിന്റെ ഇല, അതായത് നാരങ്ങയുടെ ഇലയാണ് വരുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ട്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, തലവേദന, ചുമ, കഫക്കെട്ട്, ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, സൈനസ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, മൂക്കടപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകാൻ സഹായകരമാകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 2-3 നാരകത്തിന്റെ ഇല നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് നമ്മൾ തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ട് അതിന്റെ ആവി പിടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് സൈനസ് പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. മൈഗ്രെയിൻ പോലെയോ അല്ലെങ്കിൽ തലവേദന പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു നാരകത്തിന്റെ ഇല അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നെറ്റിയിൽ പുരട്ടുന്നത് ഏറെ ഗുണകരമാണ്. നാരകത്തിന്റെ ഇല 2 അല്ലെങ്കിൽ 3 എടുത്ത് നന്നായി തിളയ്ക്കുന്ന വെള്ളത്തിൽ, ഏകദേശം 1.25 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നാരകത്തിന്റെ ഇല ഇട്ട് വെക്കുക. നന്നായി തിളപ്പിച്ചിട്ട് അത് ആറിയതിനു ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൃമിശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമാണ്. ഇത് കുട്ടികൾക്കും നമുക്ക് സേഫ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി 3ാമത് വരുന്ന ഇല എന്ന് പറയുന്നത് പപ്പായയുടെ ഇലയാണ്. പപ്പായയുടെ ഇല എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ആന്റി ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൊളാജൻ ബൂസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, യുവത്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, മലബന്ധത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പായയുടെ ഇല സഹായകരമാകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ ഒരു പപ്പായയുടെ ഇല നമുക്ക് നൽകുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. പപ്പായയുടെ ഇലയുടെ ജ്യൂസ് മാത്രമായിട്ട് കഴിക്കേണ്ടതാണ്. ഇത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ടുള്ളവർക്ക്, അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ സ്പൂൺ അളവായിട്ടുള്ള രീതിയിൽ പപ്പായയുടെ നീരെടുക്കുക. ഒരു പപ്പായയുടെ ഇലയുടെ നീരെടുത്തിട്ട് രാവിലെ 1 സ്പൂൺ കഴിക്കുക, അതുപോലെ ഉച്ചയ്ക്ക് 1 സ്പൂണ്, വൈകിട്ട് 1 സ്പൂൺ എന്നുള്ള രീതിയിൽ ഭക്ഷണശേഷം കഴിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത്. ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഇതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനും ഏറെ ഗുണകരമാണ്. അതിനാൽ തന്നെ
ആഴ്ചയിൽ 2-3 തവണയായിട്ട് പപ്പായയുടെ ഇലയായിട്ടോ ഇല്ലെങ്കിൽ കായായിട്ട് പച്ച പപ്പായയുടെ രീതിയിൽ നമ്മൾ തോരൻ വെച്ചിട്ടൊക്കെ രീതിയിൽ കഴിക്കുന്നതും കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗുണകരമാണ്. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് പേരയുടെ ഇലയാണ്. പേരയ്ക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. എന്നാൽ പേര ഇലയും അതിലേറെ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് വിറ്റമിൻസുകൾ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകാൻ സാധിക്കുന്നതാണ്. സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെയർ ഗ്രോത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, വേദന, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പോകുന്നവർക്ക്, ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടും ഏറ്റവും ഗുണകരമാണ്. ഇതിന്റെ ഉപയോഗ രീതികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 2 പേരയില എടുക്കുക. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക. എന്നിട്ട് ഇത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പേരയില എന്ന് പറയുന്നത് നമ്മുടെ മുഖകാന്തിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. മുഖക്കുരുവിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, മുഖക്കുരു വന്നു പോയിട്ട് പാട് മാറാതെ നിൽക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ട് പറഞ്ഞു തരാം. ഇതിന് വേണ്ടിയിട്ട് പേരയുടെ തളിരിലയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് വളരെ ചെറിയ ഇലകളാണ് എടുക്കേണ്ടത്. തളിരില ഏകദേശം ഒരു കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു പിടി തളിരില എടുക്കുക. നന്നായി അരച്ച് പേസ്റ്റ് ആക്കുക. ഈ തളിരിലയിനകത്തേക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള മുൾത്താനി മിട്ടിയും 1 സ്പൂൺ അളവായിട്ടുള്ള ഇരട്ടി മധുരവും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്ത് നമുക്ക് പാടുകളുള്ള ഭാഗത്ത്, അതുപോലെ മുഖക്കുരു ഉള്ള ഭാഗത്തൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട്, ഒരുപാട് പൊള്ളിക്കുന്ന രീതിയിലല്ല, ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകി കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുന്നത് നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കലകളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി 1-ാം സ്ഥാനത്ത് വരുന്നത് മുരിങ്ങ ഇലയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. വിറ്റമിൻ എ, വിറ്റമിൻ സി മുതലായിട്ടുള്ള വിറ്റമിൻസുകൾ, അതുപോലെ അയൺ, കാൽസ്യം, പൊട്ടാസ്യം മുതലായിട്ടുള്ള മിനറൽസുകൾ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ സഹായകരമാകുന്ന ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് മുരിങ്ങ ഇല എന്ന് പറയുന്നത്. വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ടാബ്ലറ്റ്സുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഒരുപാട് സ്റ്റഡീസുകൾ നടത്തിയതിന്റെ അനുസൃതമായിട്ട് ഈ ഒരു മുരിങ്ങയുടെ ഇല എന്നുള്ള രീതിയിലുള്ള ടാബ്ലറ്റ്സുകൾ നമുക്ക് വരാറുണ്ട്. മുരിങ്ങയില പൊടിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ഔഷധമാണ് മുരിങ്ങയില എന്നുള്ളത്. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അടുത്തത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അതുപോലെ ഇരുമ്പിന്റെ അംശം ഉയർന്ന അളവിലായതുകൊണ്ട് തന്നെ വിളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾ, അനീമിക് കണ്ടീഷൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മുരിങ്ങയില കഴിക്കുന്ന വ്യത്യസ്ത രീതികളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഉപ്പേരി ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും മുരിങ്ങയില കഴിക്കുന്നത്. ഇതല്ലാതെ തന്നെ പൊടിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മുരിങ്ങക്കായയുടെ സൂപ്പായിട്ടുള്ള രീതിയിലും ഉപയോഗിക്കുന്നത് എല്ലുകൾക്ക് നമുക്ക് ശക്തി ലഭിക്കാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്തിന് വേണ്ടി ഏറ്റവും ഗുണകരമാണ്. അതുപോലെ എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് മുരിങ്ങക്കായ ഒരു 2-3 എടുക്കുക. ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അത് വേവിക്കാൻ വേണ്ടി വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഇന്ദുപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് സൂപ്പായിട്ടുള്ള രീതിയിൽ ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണയായിട്ട് ഈ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. മറ്റൊന്ന് മുരിങ്ങയില ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് ജ്യൂസ് ആയിട്ടുള്ള രീതിയിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മുരിങ്ങയില നാച്ചുറൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ജ്യൂസ് ആയിട്ട് കുടിക്കാം. ഇല്ലാത്തവർക്ക് മുരിങ്ങയില പൗഡർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആദ്യം പൗഡർ നമുക്ക് ഏറ്റവും നല്ലൊരു കമ്പനി നോക്കിയിട്ട് പൗഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പൗഡറിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള 1 ടീസ്പൂൺ അളവായിട്ടുള്ളത് മുരിങ്ങയില പൗഡർ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ പറ്റും. കുടിക്കുന്ന സമയത്ത് 3-4 തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കുടിക്കുന്നത് ഇതിന്റെ വിറ്റമിൻ സിയും കൂടി അടങ്ങുന്നതുകൊണ്ട്, നാരങ്ങയിലുള്ള വിറ്റമിൻ സി അടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ്. ഇത് എല്ലുകൾക്ക് ബലം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്.
ആണ്. 1 സ്പൂൺ മുരിങ്ങയില പൗഡർ പാലിൽ ചേർത്തിട്ട്, ചെറു ചൂട് പാലിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടുള്ള രീതിയിൽ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇനി മുരിങ്ങയില ജ്യൂസ് ആയിട്ടാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1 പിടി അളവായിട്ടുള്ള മുരിങ്ങയില എടുക്കുക, നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇതും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണയായിട്ട് മാത്രം ചെയ്യുക. ഞാൻ ഈ മേൽ പറഞ്ഞിട്ടുള്ള ഓരോ ഇലകളും എല്ലാ ദിവസവും കഴിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നത്, ഓരോ കണ്ടീഷൻ അനുസരിച്ച് ആർക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിൽ മാത്രമാണ് കഴിക്കേണ്ടത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അളവുകളുണ്ട്, അത് മനസ്സിലാക്കി മാത്രമാണ് കഴിക്കേണ്ടത്. ഒരുപാട് അളവുകളിൽ എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.